സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇസ്രായേലിൻ്റെ വചനം. ഇസ്രായേലിൽ നിന്നും വന്നെത്തിയ വചനം വായിച്ച് അത് മനസ്സിലാക്കുന്നത് എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ദൈവം ആത്മാവാണ്. ദൈവം അദൃശ്യനായ ദൈവമാണ്. ദൈവത്തെ ആർക്കും ഒരു നാളും കാണാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്നവർക്ക് ദൈവം ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളും വെളിപ്പെടുത്തി തരും. ദൈവത്തിനു വേണ്ടി നിൽക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അത് അനുസരിക്കുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ അറിയുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ സ്വസ്ഥത ദിവസമാണ്. ദൈവം തന്നിരിക്കുന്ന ഒരു സ്വസ്ഥത ദിവസം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഈ സ്വസ്ഥതയുണ്ട്. ഈ ശബാത്ത് ദിവസത്തെയാണ് ഈ സ്വസ്ഥത ദിവസമെന്ന് പറയുന്നത്. ഇതിനെ അനുസരിക്കുന്നവരെത്ര പേരുണ്ട്? ദൈവം പറഞ്ഞിരിക്കുന്ന 4-ാം കൽപ്പനയാണ് ശബാത്ത്, ഈ സ്വസ്ഥത. ഈ സ്വസ്ഥത ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ വചനങ്ങൾ എവിടെ എത്തിയിട്ടുണ്ടോ അവിടെല്ലാം ഇസ്രായേലിൻ്റെ ദൈവത്തെയാണോ വിളിക്കുന്നതെങ്കിൽ ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക തന്നെ വേണം. ഈ സ്വസ്ഥത എന്ന് പറയുമ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. ഈ ശനിയാഴ്ച ദിവസത്തെയാണ് ശബാത്ത് എന്ന് പറയുന്നത്. ഈ ശബാത്തിനെ ഫോളോ ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ശബാത്തലും. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം പോഷന്മാരെ തിരഞ്ഞെടുക്കും. ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനം. ദൈവത്തിൻ്റെ ജ്ഞാനം അറിയണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ കൂടെ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അനേക ആൾക്കാർ ദൈവവചനങ്ങൾ പറയുന്നുണ്ട്. അനുഗ്രഹിക്കുന്ന വചനങ്ങൾ, ഈ ലോകത്ത് ജീവിക്കാനുള്ള വചനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ബൈബിള് പ്രാധാന്യമായി വച്ചിരിക്കുന്ന ബൈബിളിൻ്റെ പ്രാധാന്യം എന്താണ്? വചനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷെങ്കിൽ ദൈവം വച്ചിരിക്കുന്ന ആ വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ നിത്യജീവനാണ്. ആത്മാവിനെ കളയാതെ നിത്യജീവൻ പ്രാപിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യപുത്രന്മാരെ, ദൈവപുത്രന്മാരെയാണ് ദൈവത്തിന് ആവശ്യം. വചനങ്ങൾ പറയുവാനും വചനത്തിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വചനം പറയുവാൻ. പക്ഷേ ഈ 4-ാം കൽപ്പന തള്ളിക്കളഞ്ഞ് ഇതിനിയും വേണ്ട എന്ന് പഠിപ്പിക്കുന്നവരാണ് അനേകരും, ക്രിസ്ത്യാനികളായിട്ടുള്ള അനേകർ. ഈ ദിവസം ദൈവം പറഞ്ഞിരിക്കുന്ന ഈ സ്വസ്ഥത ആർക്കും ആവശ്യമില്ല. പക്ഷെങ്കിൽ ഞാൻ ഈ കൽപ്പന അനുസരിക്കണം,
ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. നിത്യജീവൻ പ്രാപിക്കണം മനുഷ്യർ. അതാണ് ഞാൻ പറയുന്ന വചനങ്ങൾ. മറ്റു ധാരാളം വചനങ്ങളുണ്ട്. അതെല്ലാം പറയാൻ ആൾക്കാരിഷ്ടം പോലെ ഈ ലോകത്തുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. ഈ ശനിയാഴ്ച ദിവസമാണ് സ്വസ്ഥത. ഈ സ്വസ്ഥതയിൽ സ്വസ്ഥമായിരുന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കാനും ആൾക്കാരെ പഠിപ്പിക്കാനും ഒക്കെയായി ഉപയോഗിക്കണം. ഇന്നത്തെ ദിവസമാണ് ദൈവം അനുഗ്രഹിച്ച ദിവസം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെട്ട് കിട്ടാനും ദൈവം അനുഗ്രഹിച്ച ഈ ദിവസത്തിൽ, ഈ വിശുദ്ധ ദിവസത്തിൽ ഇസ്രായേലിൽ ദൈവപുത്രൻ വന്നപ്പോൾ രോഗികളെയൊക്കെ സൗഖ്യമാക്കിയതും പല പ്രവൃത്തികൾ ചെയ്തതെല്ലാം ഈ ശബാത്ത് ദിവസമാണ്, ഈ സ്വസ്ഥത ദിവസമാണ്. ഈ സ്വസ്ഥത ആവശ്യം തന്നെയാണ്. ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. അനേകർ സുവിശേഷം പറഞ്ഞ് പലരെയും സൗഖ്യമാക്കുന്നു എന്ന് പറയുന്നു. പല രീതിയിലും വചനങ്ങൾ പറയുന്നു. പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. പക്ഷേ കർത്താവ് എന്താണ് പറഞ്ഞത്? അനീതി അക്രമങ്ങളും ചെയ്യുന്നവരെ നിങ്ങളെ ഞാൻ ഒരു നാളും അറിയുന്നില്ല എന്ന് പറയാൻ ഇടവരരുത്. കാര്യം ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയാണ് ഈ കൽപ്പന എന്ന് പറയുന്നത്. സീനായ് മലയിൽ മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പന ആ ദൈവം തന്നെയാണ് ഇസ്രായേലിൽ മനുഷ്യപുത്രനായി വന്ന് സകലതും പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആ കൽപ്പന മാറിപ്പോയി എന്നുള്ള പഠിപ്പീര് അവിടെ വന്നിട്ടില്ല. ശബാത്ത് ദിവസം നല്ലത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കർത്താവ് ചെയ്തത്. അപ്പോൾ ഈ ദൈവപുത്രൻ്റെ വചനങ്ങൾ, ഈ വചനങ്ങൾക്കൊരു മാറ്റവും വരത്തില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും കർത്താവിൻ്റെ വചനത്തിന് ഒരു മാറ്റവും വരത്തില്ല. ഈ മാറ്റമില്ലാത്ത വചനത്തെ, ഈ സ്വസ്ഥത ദിവസത്തെ വിശ്വസിക്കുക, ഈ കൽപ്പനകൾ അനുസരിക്കുക. ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നു, അല്ലെ ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് ആവശ്യം എങ്കിൽ ഈ കൽപ്പനകൾ അനുസരിക്കണം. അതിന് ഇസ്രായേലിനെ നോക്കി പഠിക്കുക. ആ ഇസ്രായേൽ ചെറിയൊരു രാജ്യമാണ്. അവരെ അതിശയമായി ദൈവം നടത്തുന്നു. അവർക്ക് ജ്ഞാനവും വചനത്തിൻ്റെ വെളിപ്പാടുകളും വചനവും എല്ലാം അവർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവരെ നോക്കി പഠിക്കാൻ ശ്രമിക്കുക. അവരുടെ വചനങ്ങളെ നമ്മളെടുത്ത് വച്ച് ആരാധിക്കുമ്പോൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ആ വചനങ്ങൾ, ആ വചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാകണം. എങ്കിലേ നമുക്ക് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ലോകപ്രകാരം ലോകത്തിൻ്റെ ജ്ഞാനവും മനുഷ്യരുടെ പഠിപ്പും അവൻ്റെ ജ്ഞാനവും അനുസരിച്ച് ദൈവത്തെ അറിയാൻ നോക്കിയാൽ ദൈവം ലോകത്തിൻ്റെ ജ്ഞാനത്തെ പോഷത്വമാക്കിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കുവാൻ ശ്രമിക്കുക. ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കുന്ന ആരായാലും, ഈ വചനം ഫോളോ ചെയ്യുന്ന ആരായാലും ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുക തന്നെ വേണം. ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാത്തവർ ദൈവപുത്രൻ്റെ വരവിങ്കൽ ഒരിക്കലും എടുക്കപ്പെടത്തില്ല. ദൈവത്തിൻ്റെ വചനം സത്യവചനം സത്യമായി തന്നെ പറയുവാൻ ശ്രമിക്കുക. ദൈവം ആത്മാവാണ്, മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ആത്മാവാൻ ദൈവം ഹൃദയങ്ങളെ അറിയുന്നു. അതുകൊണ്ട് ബൈബിൾ വായിച്ച്
മനസ്സിലാക്കി ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാവരും ഉത്സാഹിക്കുക. പ്രൈസ് ദി ലോർഡ്.